ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെ വളരെ പോസിറ്റീവായി തന്നെ നോക്കിക്കാണുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പോലും കേസെടുക്കുവാൻ പോലും തയ്യാറാകാതിരുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനം ഇന്ന് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരാതി സ്വീകരിക്കുവാൻ പോലും തയ്യാറാവാതെ കോടതി ഇടപെടലിലൂടെ മാത്രം അന്വേഷണം നടത്തുകയും പിന്നീട് ഇങ്ങനെ ഒരു സംഭവമേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ കോടതിക്ക് റഫർ ചാർജ് നൽകുകയും ചെയ്ത ഒരു പോലീസ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എൻ്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആരെയും ആക്രമിച്ചിട്ടില്ല എന്ന് ലോകത്തോട് മുഴുവൻ കള്ളം വിളിച്ചു പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ ഈ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് തെരുവുകളിൽ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തലതല്ലിപ്പൊളിക്കുവാൻ മൗനമായി കലാപാഹ്വാനം നടത്തിയ മുഖ്യമന്ത്രിയുമായിരുന്നു. അതിനെല്ലാം ശക്തമായ തിരിച്ചടി ആ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം കേരളം നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അന്വേഷണം മുമ്പോട്ട് പോകുന്നു. ADGP MR അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുന്നു. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞതാണ്, അന്വേഷണ റിപ്പോർട്ട് തിരുത്തുകയും ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഈ കേസിൻ്റെ ഗതി മാറ്റാനും ഈ കേസ് ദുർബലപ്പെടുത്തുവാനും ശ്രമിച്ചവർക്കെതിരെയും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു കേസ് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെതല്ല. എല്ലാ സമയത്തും വളരെ വ്യക്തമായി ഞാനും അജയ് ജുവൽ കുര്യാക്കോസും പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾക്കേറ്റ ശാരീരിക മർദ്ദനത്തെ പ്രതി ഞങ്ങൾ നടത്തുന്ന ഒരു നിയമ പോരാട്ടമല്ല. ഇവിടെ പ്രതിഷേധിക്കുവാനും അഭിപ്രായം പറയുവാനും സമരം ചെയ്യുവാനും ഈ നാട്ടിലെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അത് മൗലിക അവകാശമാണ്, അത് സംരക്ഷിക്കപ്പെടണം. പിന്നെ ഇവിടെ ചില ഉദ്യോഗസ്ഥരുണ്ട്, ആ ഉദ്യോഗസ്ഥർ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലും കഷ്ണങ്ങൾക്ക് വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി മൂത്ത് സമരം ചെയ്യുന്ന KSUകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും തലതല്ലിപ്പൊളിക്കാൻ ഇനി ഇറങ്ങരുത്. അതിനുള്ള ശക്തമായ താക്കീതാണ് ഈ പോരാട്ടം. അതോടൊപ്പം തന്നെ ഇനി ഒരു ഏമാനും ചെറുപ്പക്കാരെ കാണുമ്പോൾ, സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ, അഭിപ്രായം പറയുന്നവരെ കാണുമ്പോൾ കൈതരിക്കാൻ പാടില്ല. അതിനെതിരെയുള്ള ഒരു നിയമ പോരാട്ടമാണ്, മാതൃകാപരമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനേക്കാൾ ശക്തമായ നടപടി ഉണ്ടാവും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ രണ്ടുപേർക്കും. അതെ, P. ശശി നിയന്ത്രിച്ച ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു MR അജിത് കുമാർ. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് കൈയും കണക്കുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഈ അന്വേഷണത്തിന്റെ കാലയളവിൽ തന്നെ മാറ്റി നിർത്തി വേണം ഈ അന്വേഷണം പൂർത്തിയാക്കാൻ എന്നുള്ള ആവശ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ആദരണീയരായ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഈ വരുന്ന ദിവസങ്ങളിൽ കാണാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. അജയ്, ഇതൊരു പോരാട്ടമാണല്ലോ. പോരാട്ടത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഇപ്പോഴാണ്, 3 വർഷത്തിന് ഇപ്പോഴാണ് തുടങ്ങിയത് എന്ന് വേണം പറയാനുള്ളത്. കാര്യം ഏറ്റവും ആദ്യം തന്നെ ഒരു വകുപ്പ് തല നടപടി എടുത്തു വേണ്ടേ ഈ ഒരു അന്വേഷണം നടത്താനായിട്ട്. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പോലെ ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ
അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസ് സുതാര്യമായി അന്വേഷിക്കാൻ സാധിക്കുന്നത്? അവരെ മാറ്റി നിർത്തി വേണം അന്വേഷണം തുടങ്ങുവാനായിട്ട്. അപ്പോഴാണ് അന്വേഷണം തുടങ്ങുന്നതെന്ന് പറയാം. നേരത്തെ നടത്തിയിട്ടുള്ളത് എന്താണ്? ഈ പറയുന്ന ഗൺമാനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് കഴിഞ്ഞ ഈ 3 കൊല്ലക്കാലമായി നടന്നുകൊണ്ടിരുന്നത്. ഒരു കേസ് റഫർ ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെയൊക്കെ പിറയിൽ കളിച്ചത് ADGP പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്ന് മനസ്സിലാവുമ്പോൾ ആ തലത്തിൽ കൂടെ അന്വേഷണം വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഞാനും തോമസും വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കണ്ട് പരാതി നൽകാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.